ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ സഹായം തേടി നാറ്റോ. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ പണം ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു. ഇറാനുമായുള്ള വെടിനിർത്തലിന് പിന്നാലെ ലെബനോനുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇസ്രയേൽ അറിയിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന ആദ്യ ചർച്ചയിൽ ഹെസ്ബുള്ളയുടെ നിരായുധീകരണമാകും മുഖ്യ അജണ്ട. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, വെരി ഗുഡ് മോർണിംഗ്. ഈ അമേരിക്കൻ സംഘത്തെ നയിക്കുന്നത് JD വാൻസ് തന്നെയാണ്. ഒപ്പം തന്നെ ഇറാനിയൻ സംഘം ഇപ്പോൾ തന്നെ ഇസ്ലാമാബാദിൽ എത്തിക്കഴിഞ്ഞു. അത് പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്ത്, ഇസ്ലാമാബാദ് പോലെ ഒരു പ്രദേശത്ത് അത് സമാധാനത്തിന്റെ മേശ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ അസാധാരണമായ ഒരു കാര്യമായിട്ടാണ് ലോകം കാണുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാനെ വിശ്വസിക്കാനാവില്ല എന്ന് ഇസ്രായേലിന്റെ അംബാസിഡർ പറഞ്ഞിട്ടുമുണ്ട്. ഇതൊരു ദുർബലമായ ചർച്ചയാണ് എന്ന മട്ടിൽ JD വാൻസിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഇറാൻ കരുത്തുറ്റ ചില പ്രതികരണങ്ങൾ, ഇനി ഹോർമൂസ് എങ്ങനെ വേണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറാൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്കും ഒക്കെ മാറുന്നു എന്ന നിലയിലേക്കും പോകുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അനൂപ്. ക്രിസ്റ്റീന, JD വാൻസിനെ വിശ്വാസമാണെന്ന് ഇറാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി. അതേസമയം ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നറിനോടും സ്റ്റീവ് വിറ്റ്കോഫിനോടും അവർക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഹോർമൂസ് കടലെടുക്കും ലെബനനിലെ ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണങ്ങളുമായിരിക്കും ഈ ചർച്ചയിലെ കീറാമുട്ടി എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കുമെന്ന് നെതന്യാഹു ഉറപ്പ് നൽകിയതായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ നെതന്യാഹു നിലപാട് കടുപ്പിക്കുകയാണ്. മറുവശത്ത് നിലവിൽ ലെബനനിൽ വെടിനിർത്തലിനില്ലെന്നും ഇസ്രായേലിന്റെയും ഒരു വടക്കൻ മേഖലയിൽ സുരക്ഷ അവർക്ക് ഉറപ്പാക്കണം, അതുവരെ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം തുടരുമെന്നാണ് നെതന്യാഹു ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ ഹിസ്ബുള്ളെ നിരായുധമാക്കുക എന്ന ലക്ഷ്യത്തോടെ നേരിട്ട് ലെബനുമായിട്ടുള്ള ചർച്ചകൾക്ക് നെതന്യാഹു ഒരു വശത്ത് അനുമതി നൽകിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ഒരുപക്ഷെ വാഷിംഗ്ടണിൽ വെച്ച് ഈ ചർച്ചകൾ നടന്നേക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകളിൽ നിന്ന് ഇറാൻ നിയമവിരുദ്ധമായി ഫീസ് ഈടാക്കുന്നതിനെതിരെ ശക്തമായുള്ള മുന്നറിയിപ്പുമായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വന്നിരിക്കുന്നത്. നിലവിലെ വെടിനിർത്തൽ കരാറിനെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര സുരക്ഷിതമാക്കുവാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. മറുവശത്ത് ബ്രിട്ടനും ഹോർമൂസ് കടലിടുക്കിലെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇപ്പോൾ ഖത്തറിലുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹം ട്രംപുമായി ഇന്ന് ചർച്ച നടത്തിയായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതേസമയം ട്രംപുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇപ്പോൾ വാഷിംഗ്ടണിലുള്ള നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയ്ക്കായി ഒരു പ്രത്യേക മിഷൻ തന്നെ രൂപീകരിക്കുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടൻ തന്നെ അവർക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള ഉറപ്പുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം യൂറോപ്യൻ സഖ്യകക്ഷികൾ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇറാൻ വിഷയത്തിൽ ചില രാജ്യങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ പിന്തുണ നൽകുവാൻ മടിച്ചിരുന്നുവെന്ന് റൂട്ടെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ ആവശ്യങ്ങളോട് നാറ്റോ രാജ്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പരിശോധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതേസമയം ഈ അമേരിക്കയുമായിട്ടുള്ള സംഘർഷത്തിൽ ഇറാൻ ജനതയാണ് അന്തിമ വിജയികളെന്ന് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമീനിയുടെ ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരു വൻ ശക്തിയായി ഉദിച്ചുയരുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ക്രിസ്റ്റീന, ഈ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിച്ചെങ്കിലും വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്തകളുമായിട്ടാണ് അമേരിക്കൻ ഓഹരി വിപണി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ സംബന്ധിച്ചുള്ള വലിയ പ്രതീക്ഷകൾ നിലനിൽക്കുന്നതിനാൽ വാൾസ്ട്രീറ്റിലെ പ്രധാന സൂചികളെല്ലാം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. രാജ്യാന്തര വിപണിയിൽ പക്ഷേ ബ്രന്റ് ക്രൂഡ് വില ഏതാണ്ട് 1.2% ഉയർന്ന് ഏകദേശം $95 മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ, അനൂപ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തൊക്കെ പറഞ്ഞാലും യുദ്ധത്തിന് രണ്ട് ഔട്ട്കമാണുള്ളത്. ഒന്ന് സാമ്പത്തികമായി നശിപ്പിക്കുന്നു, മറ്റൊന്ന് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ഇമോഷണലായിട്ടുണ്ടാകുന്ന ആ ഒരു മുറിവ്. അത് എത്ര കാലം നിലനിൽക്കുമെന്നറിയില്ല. എന്തായാലും ഈ ചർച്ചകൾക്കിടയിലും ഒരുപാട് വിയോജിപ്പുകളുണ്ട്. ഇപ്പോഴും ഇറാൻ പറയുന്നത് ഹോർമൂസ് പാത തുറക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ മൈനുകൾ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റ് പാതകളിലേക്ക് പോകണം. വിടൂ